നോട്ടത്തിലൂടെ അങ്ങനെ അല്ലല്ല, അതൊരു പോയിന്റ് ആണ് കേട്ടോ. കാരണം സ്നേഹം കൂടൂലേ പറഞ്ഞ മാതിരി പുറത്തിറങ്ങി ഫുഡടി. എല്ലാവർക്കും സലു പ്ലസിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 6:30 മണിയായിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ്, സൂര്യനൊക്കെ വന്നിട്ടുണ്ട്, മഴയൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ സൂര്യനെ വെച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ റിസ്വാൻ നടക്കുന്ന നോക്കിയ താഴെ. നമ്മുടെ സുൽത്താൻ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന റോസാ ചെടിയാണ്. അപ്പോൾ ആ ചെടിയെ അവൻ നിന്ന് പരിപാലിപ്പിക്കുകയാണ്. അവന് ഇച്ചിരി പരിപാലനം കൂടുതലാണോ എന്നെനിക്കൊരു തോന്നലില്ലായകയില്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്. ഞാൻ പ്രഭാതം നോക്കാനായിട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പം ആ ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ തന്നെ ഞാൻ താഴെ വന്നിട്ട് ബെഡ്ഷീറ്റ് എല്ലാം മാറ്റിയിട്ട് പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചിടും. ഇപ്പം നിസ്സാർക്കാണെങ്കിൽ കുറച്ച് സുവാസ് കൂടുതലാണ്. പിള്ളേരൊന്നും ബെഡിൽ കയറി ഇങ്ങനെ കാലൊന്നും കഴുകാതെ കയറണതും ഇരിക്കണതും ഒന്നും ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക പ്രകൃതമാണ്. അപ്പം ഞാൻ പിള്ളേരുടേതായാലും ഞാൻ ഈ സമയത്ത് എല്ലാ ബെഡിലെയും ഷീറ്റൊക്കെ മാറ്റിയിട്ട് അപ്പോൾ തന്നെ ഇത് മെഷീനിലേക്ക് നനയ്ക്കാനായിട്ടിടും. അപ്പം നനച്ച് കഴിഞ്ഞാൽ പിന്നെ ടെറസിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഉണക്കാമല്ലോ. അപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ ആകുമ്പോൾ കുറേ സ്ഥലം വേണം നമുക്ക് വിരിച്ച് ഉണക്കിയെടുക്കാനായിട്ട്. അപ്പം വെയിൽ വരുമ്പോഴേക്ക് പെട്ടെന്ന്, നമ്മുടെ ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തുണി ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഇപ്പോൾ അത് രാവിലെ ഈ ഒരു ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. നല്ല രസകരമായ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഓരോ കുഴവി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുക്കള സ്ഥലമില്ലാത്തതുകൊണ്ട് കൊണ്ടു വെച്ചതാണ്. ഇപ്പം ഇവരുടെ എക്സസൈസ് ആയുധമായിട്ട് മാറിയിരിക്കുക. ഇതിനൊരാള് വേണം എഴുന്നേക്കാൻ. ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണ്. തുണി നനയ്ക്കാനുള്ളതൊക്കെ കൊണ്ടുവന്ന് നനയ്ക്കാനിട്ടു. പിന്നെ ഇതുപോലെ വന്നിരുന്ന് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണും. ഇപ്പോൾ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? അതിന് നീ രാജസ്ഥാനിൽ പോയിട്ടുണ്ടോ? കണ്ടോ, ഇതുപോലെയാണ് ഇപ്പോൾ ആകാശം ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ണിയപ്പച്ചട്ടി വഴക്കണത് കാണിച്ചില്ലേ? ഞാൻ അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഞ്ഞിവെള്ളം കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ച എണ്ണയുണ്ടല്ലോ, അത് ഇതുപോലെ ഒഴിച്ചു വയ്ക്കും. ഇതിപ്പോൾ കുറച്ചുകൂടി എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചട്ടി അബ്സോർവ് ചെയ്യും കേട്ടോ എണ്ണ. അപ്പോൾ അതേ കണ്ടോ, ഇതായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഞാനൊരു 3-4 ദിവസം ഇതുപോലെ തന്നെ വെച്ചേക്കും. പിന്നെ ബാക്കി വരുന്ന എണ്ണ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും പഴക്കാനായിട്ടേ. എന്നത്തെയും പോലെ തന്നെ നമുക്ക് ചായക്ക് വെക്കാം. പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. പിന്നെ ഇന്നലെ ഞാൻ ആട്ടി വെച്ച മാവില്ലേ, അത് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കണം. ഞാൻ സ്റ്റീലിൻ്റെ നല്ലൊരു ഇടിയപ്പത്തട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് വാങ്ങണം. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇഡ്ഡലി, സാമ്പാർ, വട, ചമ്മന്തി, പിന്നെ നല്ല ഒരു അടിപൊളി കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ. അപ്പം ഞാൻ ഈ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ശരിക്കും അതൊക്കെ മിസ് ചെയ്യാണ്. ഇപ്പോൾ സുൽത്താൻ്റെ വീഡിയോ പോസ്റ്റ് ആവുന്നത് സംബന്ധിച്ച് സുൽത്താൻ എന്നെ ഒന്ന് കാണാൻ വിളിച്ചിരിക്കുന്നു. അല്ലെ ഇങ്ങനെ കാണാനൊന്നും വിളിക്കില്ല. സുൽത്താൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം എനിക്ക് കിച്ചണിലേക്ക് കുറച്ച് പണിയുണ്ട്. പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ കാര്യമൊന്നുമല്ല കേട്ടോ.
എൻ്റെ കയ്യിൽ ഈ ഉലുവപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതെല്ലാം കഴുകി ഉണക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഉലുവ ആദ്യം നല്ല മൂക്കെ വറുത്ത് മാറ്റി വെച്ച ശേഷം ഞാൻ പെരിഞ്ജീരകം ഇതുപോലെ വറുത്തെടുക്കും. ഇതെല്ലാം വെയിലുള്ളപ്പോൾ തന്നെ ഞാൻ കഴുകി ഉണക്കി വെക്കുകയാണ് പതിവ്. എന്നിട്ട് ഒരു മൂഡ് തോന്നുന്ന ദിവസം ഇതൊക്കെ ഇതുപോലെ വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കും. ഇനി എനിക്ക് അതായത് ഗരം മസാലയും ചെയ്യാനുണ്ട്, അതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് അച്ചാറിടണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നമ്മളുടെ സലു കിച്ചണിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഈ നാരങ്ങ അച്ചാറാണ് എനിക്കിവിടെ പ്രിയം. ഇവിടെ നിസാറിക്കാക്കും പിള്ളേർക്കും ഒക്കെ ആണെങ്കിലും മാങ്ങ അച്ചാറാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നറിയാവോ, നാരങ്ങ ഇപ്പം നമ്മൾ പിഴിയാനായിട്ട് വാങ്ങിക്കുന്നതുണ്ടല്ലോ, പിഴിഞ്ഞ ശേഷം അതിൻ്റെ തോട് ഞാൻ കളയത്തൊന്നുമില്ല, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കും. എന്നിട്ട് ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു 3-4 ദിവസം പിഴിഞ്ഞ നാരങ്ങയാണ് ഇത്രയും നാരങ്ങ തോട്. എന്നിട്ട് അതിനെ വേവിച്ചിട്ട് ഞാൻ അച്ചാറാക്കുകയാണ് ചെയ്യണത്. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെയൊക്കെ റെസിപ്പി അവിടെ വന്നാൽ കിട്ടും കേട്ടോ സലു കിച്ചണിൽ. അപ്പോൾ ഇത് തണുത്ത ശേഷം മാത്രമേ കുപ്പിയിലേക്ക് ആക്കത്തുള്ളൂ. അതുപോലെ മാങ്ങയും ഞാൻ ഇവിടെ ഇപ്പം അച്ചാറാക്കി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത ശേഷം ഞാൻ ഇതുപോലെ കുപ്പിയിലാക്കി വെക്കും. ഇവിടെ ഡിമാൻഡ് കൂടുതൽ ഈ മാങ്ങ അച്ചാറിനാണ് കേട്ടോ. അപ്പം മാങ്ങ തീരുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ അച്ചാറിട്ടുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറിടാനായിട്ട്. അച്ചാറാണെന്ന് എഴുതിയിട്ട് ഞാൻ ഒരുപാട് ഉപ്പൊന്നും ഇതിലേക്ക് ഇടത്തില്ല. പിന്നെ വിനാഗിരിയൊന്നും ഞാൻ അങ്ങനെ ഒഴിക്കത്തില്ല കേട്ടോ. ചില സമയം മാത്രമേ ഞാൻ വിനാഗിരിയൊക്കെ ഇതിൽ ചേർക്കത്തുള്ളൂ. ഇതിപ്പം ഇതൊന്നും ചേർക്കാത്ത വെറും നാടൻ അച്ചാറാണ്. അപ്പം ഞാൻ ഇഡ്ഡലി റെഡിയായി, അത് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് കോമ്പിനേഷനായിട്ട് സാമ്പാറാണ് തയ്യാറാക്കണത്. സാമ്പാർ എന്ന് പറയുമ്പോൾ സിമ്പിൾ സാമ്പാറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മളുടെ സലു പ്ലസ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു വരുതേ. എൻ്റെ കുറേ വ്യൂവേഴ്സ് അവരുണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് ഇൻസ്റ്റ വഴിയും ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയും വാട്സപ്പ് വഴിയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ശരിക്കും എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഈ സാമ്പാർ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഈസി ആയിട്ടുള്ള ഈ സാമ്പാറാണ് തയ്യാറാക്കുന്നത്. കാരണം ഇവിടെ വലിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് നമ്മൾ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും വലിയ പ്രിയമൊന്നുമില്ല അങ്ങനെ കഷ്ണങ്ങൾ കഴിക്കാൻ. അപ്പോൾ പിന്നെ ഈ സിമ്പിൾ സാമ്പാർ ഞാൻ തയ്യാറാക്കും. നല്ല ചൂട് ഇഡ്ഡലിയുടെ കൂടെ ഈ നല്ല തിളയ്ക്കുന്ന സാമ്പാർ ഒഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. അത് ഞാൻ പറഞ്ഞറിയിക്കേണ്ടല്ലോ അല്ലേ. ഈ സാധനം നിസാറിക്കാക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. കണ്ട, എവിടെ കണ്ടാലും ഈ സാധനം പൈസ കൊടുത്ത് വാങ്ങി. എൻ്റെ സ്കൂട്ടർ വെളിയിലിരിക്കുകയായിരുന്നു. ഇപ്പൊ സമയം 2:50 അപ്പം നിങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ ചായ കുടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവിടെ നിന്ന് വിളി വരും, സമീ ചായ ചായ. അത് വേറെ കാര്യം, ഈ ആഹാരം കഴിക്കുന്നത് താമസിച്ചെന്നിരിക്കട്ടെ എങ്കിലേ പോലും ആഹാരം അത് കഴിച്ചുടനെ നിസ്സാരിക്കണേ അപ്പൊ ഇനിയിപ്പൊ ചായക്ക് സമയമായല്ലോ എന്ന് പറയും. ചായ ഭയങ്കര ബലഹീനതയാണ് കേട്ടോ. പക്ഷേ നിസാറിക്കൊക്കെ അങ്ങനെ ഒരുപാട് ചായ ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് ചായ എടുത്താൽ മതി. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, ചായ കുടിക്കണമെങ്കിൽ ഞാൻ 2 നേരമേ ചായ കുടിക്കത്തുള്ളൂ, രാവിലെയും വൈകുന്നേരവും. നല്ല കടുപ്പത്തിന് അടിച്ച ചായ തന്നെ എനിക്ക് വേണം. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയാമായിരിക്കാം. അത് ഈ പറഞ്ഞ മാതിരി വൈകുന്നേരം രാവിലെയാണ് കുടിക്കുന്നത്. അപ്പം ഇന്നത്തെ പത്രത്തിലെ വിശേഷം കണ്ടല്ലോ. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഉണ്ടെന്നും പറയുന്നുണ്ട് അകത്ത പേജുകൾ. ഇനി എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ സ്നേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? സ്നേഹത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? സ്നേഹമാണ് അഖിലസാരമൂഴി. സ്നേഹത്തെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിലുണ്ടല്ലോ,
അത് നമ്മൾക്ക് ഉള്ളിൽ വയ്ക്കാനുള്ള ഒന്നല്ല, പ്രകടിപ്പിക്കാനുള്ള ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. സൽമാനെ എന്ത് പറയുന്നത് സൽമാനെ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് സൽമാന്റെ അഭിപ്രായം? സ്നേഹത്തെ കുറിച്ച് സൽമാന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ഞാൻ എപ്പോഴും പറയും കേട്ടോ, ഭാര്യയും ഭർത്താവും ആണെങ്കിലും കൂടുതൽ ഭർത്താക്കന്മാരാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. ഓ എന്റെ ഉള്ളില് സ്നേഹമുണ്ട്, പിന്നെ അത് നമ്മൾ പ്രകടിപ്പിക്കത്തില്ല, എൻ്റെ ഉള്ളിൽ എൻ്റെ സ്നേഹം, ഇങ്ങനെയൊക്കെയാണ് ഡയലോഗ്സ് ഒക്കെ വരുന്നത്. ഈ ഞാൻ ചോദിക്കണത്, ഈ ഉള്ളിൽ ഉള്ള സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ അത് എപ്പോഴും പ്രകടിപ്പിക്കാനാണ് അല്ലേ? ചോദിക്കണേന് പേപ്പറൊക്കെ പിന്നെ വായിക്കാം ഇല്ലേ? അങ്ങനെയാണ് പണ്ടൊരു സാറ് അറിയാം, ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി വെളിയിലോട്ട് നോക്കിക്കൊണ്ട് ജനൽ വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഹോംവർക്ക് ഇട്ട് കൊടുത്തിട്ടാണ് സാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്താണെന്ന് അറിയാം. എന്തായി ഗോപാലകൃഷ എന്തായെന്ന് ചോദിച്ചു. വാല് മാത്രം കയറാനുണ്ട്. അവൻ എന്തോന്ന് പറയാ, അവൻ ഇങ്ങനെ ഒരു അരണ ഇങ്ങനെ ഒരു പൊത്തിൽ കയറുന്ന നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ശ്രദ്ധയിൽ ഇരിക്കുമ്പോഴാണ് സാറ് ചോദിച്ചത്, ഗോപാലകൃഷ എന്തായി? വാല് കയറാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പേപ്പർ വായിച്ചോണ്ടിരിക്കുമ്പോ എന്താണ് പറയാന്ന് പറഞ്ഞാൽ എന്ത് പറയും? അല്ല സ്നേഹത്തെ കുറിച്ച് പറയാനാണ് ഞാൻ പറഞ്ഞത്. സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞു, അത് അങ്ങനെ ഒന്നും ഉഴപ്പിയൊന്നും പറയില്ല. ഞാൻ എപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അല്ലേ. നമ്മള് എന്ന് വെച്ചാല് ഞാൻ എപ്പോഴും ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ പറയും, നമ്മള് ഉള്ളില് സ്നേഹമുണ്ട് എന്ന് പ്രകടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കണം. നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവളെ മനസ്സ് തെറ്റിപ്പോകും. നമ്മൾ വേറെ ആരെങ്കിലും കണ്ട് സ്നേഹം കാണിച്ചു, അങ്ങനെയൊന്നുമല്ല അടക്കി വെച്ചിരിക്കുന്ന സ്നേഹം മറ്റാരുടെ കാണിക്കണ്ട. വീട്ടിലുള്ള കാര്യം പറയുന്നുള്ളൂ ഇല്ലേ? ഭാര്യമാരുടെ അടുത്ത് ഇച്ചിരി സ്നേഹമൊക്കെ ഭർത്താക്കന്മാർക്ക് കാണിക്കാം. അല്ലാതെ എനിക്ക് നിന്റെ അടുത്ത് സ്നേഹം ഉണ്ട് പക്ഷെ ഞാനത് കാണിക്കൂല, എന്റെ ഉള്ളിലുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കണ്ടേ അങ്ങനെയല്ല. നമ്മൾ നിന്ന നിപ്പില് മരിച്ചു പോയെന്ന് കരുതുക ഇല്ലേ? അപ്പൊ ഈ ഉള്ളിൽ ഉണ്ട് എന്ന് പറയുന്നത്, ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല അല്ലെ. സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പ്രകടിപ്പിക്കണം വാക്കുകളിലൂടെ, പിന്നെ എന്ത് പറയാൻ, വാക്കുകളിലൂടെ, സാമീപ്യത്തിലൂടെ. ചായ കുടിക്കാത്തോണ്ടാണ് തോന്നുന്നു അങ്ങനെ സബ്ജക്റ്റ് ഒക്കെ മാറ്റിപ്പോകും. സാമീപ്യത്തിലൂടെയും പിന്നെ എന്ത് പറയാൻ, നോട്ടത്തിലൂടെയും അങ്ങനെയൊക്കെ പ്രകടിപ്പിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അതായത് വൈകുന്നേരം ഒരു 3:30 മണി 4 മണിയാകുമ്പോൾ ചായ വേണം. അതൊരു പോയിന്റ് ആണ് കേട്ടോ. കാരണം എന്തറിയോ, നമ്മൾക്കിപ്പം ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം നമുക്കിപ്പോ ഒരാളുടെ ഇപ്പൊ നിസാറിക്കാക്ക് എന്താണ് ഇഷ്ടം എന്ന് ഞാനിപ്പം നിസാറിക്കായെ ചൂണ്ടി പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതേ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ അങ്ങനെ കമ്പയർ ചെയ്യുക. അപ്പം നിസാറിക്കാക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ നിസാറിക്കാക്ക് കോട്ടം വരാത്ത രീതിയിൽ നിസാറിക്കയുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഓരോന്ന് ചെയ്തു കൊടുക്കും. അപ്പം എനിക്ക് ഉള്ളിൽ സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പം നിസാറിക്കായും അങ്ങനെ തിരിച്ച് നമുക്ക്, അതായത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു തരുമ്പം നമുക്ക് തോന്നും എൻ്റെ അടുത്ത് തന്നെ ഇഷ്ടമുണ്ടല്ലോ. അപ്പൊ അതില്ലാതെ ഈ പറഞ്ഞ മാതിരി സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു എപ്പോഴും ഭയങ്കര മസിൽ പിടിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴൊക്കെ ഈ മസിൽ പിടുത്ത് അങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിലൊന്നും കാര്യമില്ല. ഇപ്പോഴത്തെ ഈ നമ്മളുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിത രീതിയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടിപ്പിക്കേണ്ടത് പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അല്ലേ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഇപ്പഴാ അപ്പൊ പ്രകടിപ്പിക്കേണ്ട സമയത്ത് ഇല്ലേ? ഇപ്പഴേ കൊറോണ കാലമാണ്, അങ്ങനെയൊന്നുമല്ല, കൊറോണ കാലമാണ്. അപ്പൊ നമ്മളുടെ ഈ പറഞ്ഞ മാതിരി ജീവിതങ്ങളൊക്കെ ചുരുങ്ങി വരികയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്സ് വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് അടികൂടിയിട്ടുള്ളത്. മറ്റേ പുറത്തെങ്കിലും പോകാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ പുറത്ത് പോകാതെ ഭാഗത്ത് നിന്ന് ഈ 4 ചുവരിന്റെ അകത്ത് നിന്ന് ഇത് തന്നെ കണ്ടിരുന്ന് അവസാനം ദേഷ്യവും അടിയും പിടിയും കണ്ടേണ്ടിരിക്കുമ്പോഴേക്ക് സ്നേഹം കൂടൂലേ? ചിലർക്ക് കൊടുക്കില്ല. അപ്പം ഇതൊക്കെയാണ്
ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഇത് ഞാൻ കഴിയുമ്പോൾ ഈ ലോക്ക്ഡൌൺ കഴിയുമ്പോൾ എത്ര ഈ കുടുംബ കോടതിയിൽ എത്ര കേസുകൾ വരുമെന്ന് അറിയാം. എന്തിനാ കേസ് വരാ അവർ പോട്ടെ. അപ്പം ഇങ്ങനൊക്കെയാണ് കാര്യങ്ങള്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള എന്തൊക്കെയാണെന്നൊന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം അല്ലേ? അപ്പൊ ഇനിയിപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കൊച്ചു വർത്തമാനം. ചായ ഇടാൻ പോവാണ്. അതെ, നിസാറിക്കാക്ക് ചായ ഇട്ട് കൊടുക്കട്ടെ. ചായ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഒരു കാര്യം കേട്ടാ, ഇപ്പൊ നമുക്ക് ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് നമ്മളുടെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലും ഒക്കെ പറഞ്ഞു, നമ്മളുടെ സലു പ്ലസിലേക്ക് ഒരുപാട് നമുക്കിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ യാത്രകൾ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി പുറത്തിറങ്ങി ഫുഡ് അടിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ വീട്ടില് ഉള്ള നമ്മളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള സജഷൻ എന്തെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറയണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്കത് അറിയാൻ പറ്റത്തുള്ളൂ, നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ താല്പര്യങ്ങളും. അപ്പൊ എന്തായാലും നമ്മളുടെ വീട്ടിലുള്ള വിശേഷങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത നല്ല എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.